ഡെയിലി ഫോക്കസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിരവധി പ്രതീക്ഷകളോടെ പാപ്പിനിശ്ശേരിയിൽ ആരംഭിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പദ്ധതി ഇന്ന് നിലച്ച അവസ്ഥയിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പാലം പൊതുജനങ്ങൾക്കായി തുറന്നിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങളും സുരക്ഷാ ആശങ്കകളും കാരണം പദ്ധതി അനിശ്ചിതത്വത്തിലാണെന്ന് റിപ്പോർട്ടുകൾ. വിനോദസഞ്ചാര മേഖലയുടെ വലിയ കുതിപ്പ് ഉന്നമിട്ട് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഇവിടെ നശിക്കുകയാണ്. പാപ്പിനിശ്ശേരി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ദാരുണമായ അവസ്ഥയാണ് ഇത്. 2024 ജനുവരി മാസമാണ് പാറക്കല്ലിലെ ബോട്ട് ജെട്ടിക്ക് സമീപം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. സ്ഥാപിക്കുന്ന സമയത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പാറക്കൽ കേന്ദ്രമായി മോഹനസുന്ദര പദ്ധതികൾ നടപ്പാക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഏതാണ്ട് 2.5 വർഷം ഉപ്പുവെള്ളത്തിൽ 2 കോടിയുടെ പാലം കിടന്നതല്ലാതെ ഒന്നും നടന്നില്ല. 2024 ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അനുസരിച്ച് നടത്തിയ ഒന്നാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പം ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. ഇത് ഏറ്റെടുക്കാൻ വേണ്ടി ആളുകളും ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ കാലവർഷമായാലും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുക നമ്മൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ട് പിന്നെ അതിൽ പട്ടികളും കാക്കകളും വന്ന് നമ്മൾ കിണറുകളെല്ലാം കൊത്തിയിട്ടുള്ള അവസ്ഥയാണുള്ളത്. പട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പോലും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാര മാർഗമായിട്ട് നമുക്ക് ഇതുവരെ നമ്മൾ 2-3 വർഷമായി ഇങ്ങനെ പറയുന്ന മാലിന്യം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് പിന്നെ ഇതിനൊരു പഞ്ചായത്തിൻ്റേതോ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായതായ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് നമുക്കിത് ഉപകാരപ്രദമാണെങ്കിൽ കുറച്ച് ആളുകൾക്ക് ജോലി പിന്നെ നൽകാവുന്നതാണ്. പിന്നെ പരിസരവും അങ്ങനെ വൃത്തിയാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇത് പൂർത്തീകരിച്ചിട്ട് തന്നെ ഇതിന് പല ആളുകളും ഇതിന് പലതരം പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പം പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് മനോഹരമാക്കാനെന്നെല്ലാം പഞ്ചായത്ത് ഏറ്റെടുത്തിനെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഇതിനൊരു പരിഹാരം കണ്ടിട്ട് കാണുന്നില്ല. 2024 തുടങ്ങിയൊരു പദ്ധതിയാണിത്. ഇത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നാട്ടുകാരുടെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം പുഴയിലെ വരുന്ന വേസ്റ്റുകളൊക്കെ ഇവിടെയാണ് അടിഞ്ഞു കൂടുന്നത്. അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് പുതുക്കി പണിയാനുള്ള പരിപാടി എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. പാറക്കല്ലിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പ്രതലം പോലും പല സ്ഥലത്തും പൊട്ടിത്തകർന്നു കഴിഞ്ഞു. ഫാനുകൾ, മാലിന്യ നിക്ഷേപം ബിന്നുകൾ, വിളക്കുകാലുകൾ, അഗ്നിരക്ഷാ ഉപകരണങ്ങൾ എന്നുവേണ്ട ഒരുക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ ആകെ നശിപ്പിച്ച നിലയിലും ആണ് പൊങ്ങിക്കിടക്കുന്നത്. ഈ സ്വപ്ന പദ്ധതി പുതിയ സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ. ക്യാമറ പേഴ്സൺ അബിയോടൊപ്പം അഫ്ര. ഒഴിവാക്കുന്നതിനായി മാങ്ങാട്ടുപറമ്പ് റോഡിൽ ഡ്രൈനേജ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയായതോടെ യാത്ര കൂടുതൽ സുഗമമാകുമെന്ന് പ്രതീക്ഷ. നിലവിൽ മഴക്കാലമാകുമ്പോൾ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു റോഡാണ് ഈ മാങ്ങാട്ടുപറമ്പ് റോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് ഒരു ഡ്രെയിനേജ് സിസ്റ്റവും മറ്റ് സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്കിവിടെ ഉള്ളവരോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോഴിതാ മഴക്കാലമായപ്പം ഇങ്ങനൊരു ഡ്രെയിനേജ് സിസ്റ്റം വന്നിരിക്കുകയാണ്. ഇത് എത്രത്തോളം കടകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉപകാരപ്പെടും? ഉപകാരം തന്നെയാണ്. ഇപ്പം ഈ പൊളിച്ചിട്ടുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചാലിൽ കൂടി വേസ്റ്റുകളും മാലിന്യങ്ങൾ തള്ളും ജനങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നുണ്ടല്ലോ. അന്നേരം എന്തായാലും മാലിന്യം തള്ളാണ്ട് നിൽക്കൂല. നമുക്ക് കുഴപ്പമൊന്നുമില്ല. വെള്ളക്കെട്ടുകളുടെ ഇതിലെ കൂടി വെള്ളം ഒലിച്ചു പോകുന്നതാണ്. അന്നേരം മണ്ണെല്ലാം ഒന്നിച്ചു പോകുന്നതാണ്. അപ്പൊ ഇത് മണ്ണൊലിച്ചൽ എന്തായാലും കുറയും. നിലവിലപ്പോൾ ഈ ഒരു ഡ്രെയിനേജിന്റെ പണി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഉണ്ടാവുന്നത്? ഗുണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പം കടേൻ്റെ മുന്നിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഉണ്ടാവില്ല. പിന്നെ ഫ്രണ്ട് വശം, അതായത് റോഡ് സൈഡാണ്, റോഡ് നല്ല നീറ്റായി കിടക്കും. കട്ടയൊക്കെ ഇൻ്റർലോക്ക് വെക്കുകയാണെങ്കിൽ നീറ്റായി കിടക്കും. പിന്നെ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. പിന്നെ ഒരു ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഡ്രെയിനേജ് സിസ്റ്റവും ഇൻ്റർലോക്ക് വെക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കടയിലേക്ക് വരുന്ന ആൾക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കുറയും. അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പിന്നെന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നിലവിലിപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളവരോട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കും ഇത് ഏതെല്ലാം തരത്തിൽ നാട്ടുകാർക്കും യാത്രക്കാർക്കും പ്രയോജനപ്പെടുമെന്നുള്ളതൊക്കെ.
അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇനി നമുക്ക് ഇതിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം എത്തിക്കാവുന്നതാണ് ജനങ്ങളിലേക്ക്. ക്യാമറ പേഴ്സൺ അഭിനവിനൊപ്പം സാന്ദ്ര. മലബാറിലെ ടൂറിസം രംഗത്തിന് പുതിയ ഉണർവ് നൽകാൻ വെള്ളിക്കൽ ഇക്കോ പാർക്ക് ഒരുങ്ങുന്നു. കണ്ണാടിപ്പാലം, നടപ്പാത, സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്ക് തുടക്കമായി. മലബാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറാൻ വെള്ളിക്കൽ ഇക്കോ പാർക്ക് ഒരുങ്ങുന്നു. സംസ്ഥാന ബജറ്റിൽ ലഭിച്ച 8 കോടി രൂപയുടെ ചെലവിലാണ് ഇക്കോ പാർക്കിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. പ്രകൃതി സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടുള്ള ആധുനിക സൗകര്യങ്ങളാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണമായിട്ടുള്ളത്. ഒരു വലിയ ടവർ പണിതുയർത്തി അതിനു മുകളിൽ കണ്ണാടിപ്പാലവും തുടർന്ന് മരം പാകിയ നടപ്പാതയും സൗര വെളിച്ചവുമാണ് പുതിയ പാലത്തിന്റെ ഭാഗമായി ഇവിടെ വരാൻ പോകുന്നത്. കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന മനോഹരമായ പ്രകൃതി സൗന്ദര്യങ്ങൾ സന്ദർശകർക്ക് ആസ്വദിക്കാൻ കഴിയും. കുട്ടഞ്ചേരിയിൽ നിന്നും വെള്ളിക്കൽ വരെ ഏകദേശം 4.5 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന നടപ്പാതയും സൈക്കിൾ ട്രക്കിങ്ങും ഇതിന്റെ ഭാഗമായി സജ്ജമാക്കുന്നതാണ്. ഈ പദ്ധതിയിലൂടെ പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും മലബാറിലെ ഒരു പ്രധാന ടൂറിസം ഹബ്ബായി വെള്ളിക്കൽ എക്കോ പാർക്ക് മാറുകയും ചെയ്യും. ആക്കാണെങ്കിൽ വൈകുന്നേരം ഞായറാഴ്ച ദിവസം ഒന്നും ഒരു സൈഡ് ഇല്ല, പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് മണ്ണ്, ജില്ലി, കട്ട, അവർ പണി എടുക്കുന്നില്ല. ഇവിടെ കൊണ്ടിട്ടിട്ട് അങ്ങ് പോയി ഒരാഴ്ച വരെ പണിയെടുത്തിന്, അതായി കാണുന്നത്. ഇപ്പം ആരും ഇല്ല. ഇനി ഇത് എത്ര മാസം ഇവിടെ വെച്ച് നിൽക്കുന്ന ആർക്കറിയാം. പാലം വരുന്നൊരു പ്രതീക്ഷയുണ്ടോ? പാലം വന്നിനെ കാണാം, അത്രേ ഇല്ലു. പ്രതീക്ഷക്ക് ഉണ്ടെങ്കിൽ കാണാം. ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയില്ലേ, കണ്ണാടിപ്പാലം വരുന്നെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് മുഹമ്മദ് റിയാസ് അവരെല്ലാം വന്നിട്ട് ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് ഇങ്ങനെ കണ്ണാടിപ്പാലം, കുട്ടികളെ പിന്നെ പാർക്ക്, പിന്നെ നടപ്പാത, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അവിടെ ഒരു നടപ്പാതയും കൂടെ വരുന്നുണ്ട്, തീരദേശ റോഡ്. ആ റോഡ് ഇതിൻ്റെ ഭാഗമായിട്ടല്ല, അത് നമുക്ക് മറ്റേ MLA ഫണ്ടിൻ്റെ ഇതിൽ അങ്ങനെയെല്ലാം ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇനിയും കണ്ണാടിപ്പാലം വരുന്നില്ലൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നേരത്തെ പാലത്തിനായി തുടങ്ങിവെച്ച പണികൾ ഇപ്പോഴും പകുതി നിലയിൽ നിൽക്കുമ്പോഴും പുതിയ കണ്ണാടിപ്പാലം വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. ക്യാമറ പേഴ്സൺ അഭിനവനൊപ്പം മെറിൻ ജനറ്റ്. പെട്രോൾ വിലയിലെ തുടർച്ചയായ വർധന സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിനെ കൂടുതൽ ബാധിക്കുകയാണ്. ഇന്ധനവില വർദ്ധിച്ചതോടെ ഗതാഗത ചെലവിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലും ഉയരുമെന്ന ആശങ്ക ശക്തമാണ്. സംസ്ഥാനത്ത് വീണ്ടും പെട്രോൾ വില വർദ്ധിച്ചു. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റവും നികുതി ഘടനയും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് വില വർധനവിന് പിന്നിലെന്നാണ് വിലയിരുത്തുന്നത്. ഇന്ധനവിലയിലെ ഈ വർധനവ് സാധാരണക്കാരുടെ ജീവിത ചെലവിനെയും ഗതാഗത മേഖലയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഉയരുകയാണ്. പെട്രോൾ വില വീണ്ടും ഉയർന്നതോടെ യാത്രാ ചെലവും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നു. വില വർധനത്തിൻ്റെ പശ്ചാത്തലവും ജനങ്ങളുടെ പ്രതികരണവും റിപ്പോർട്ടിൽ. പെട്രോൾ വില വർധനവിനെ കുറിച്ച് ചേട്ടൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്കറിയാം, നമ്മളെ ഒരു ജീവിതം, ഒരു ശരാശരി ഒരു സാധാരണക്കാരൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാഹനം, അവരെ യാത്രാ സൗകര്യത്തുമായി ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മളൊരു സാധാരണക്കാരൻ്റെ ഒരു ജീവിതത്തിൻ്റെ ചിലവ് വളരെയധികം, ഒന്നാമത് നമ്മുടെ മറ്റു കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ ഭക്ഷണങ്ങളായാലും മറ്റു കാര്യങ്ങളുടെ പൈസ വളരെ വർധനവ് കൂടി. അതുകൂടാണ്ട് ഈ പെട്രോളിൻ്റെ വില വർധനവ് കാരണം മൂലമാണ് മറ്റ് പല കാര്യങ്ങളുടെയും വില വർദ്ധിക്കുന്നത്. അപ്പോൾ ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം കൃത്യമായി എടുത്തിട്ടില്ല. ഒരു ക്രൂഡ് ഓയിലിൻ്റെ വില വരെ ഇടുന്ന സാഹചര്യത്തിൽ വരെ ഇവിടെ നമ്മളെ കേരളത്തിൽ ഇവിടെ കണ്ണൂർ ഭാഗത്തിൽ 114 രൂപ അടക്കം 115 രൂപ അടക്കം ഇതിൻ്റെ പെട്രോൾ 1 ലിറ്ററിന് വില വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു 2 കൊല്ലം മുന്നേ വരെ 70 രൂപക്ക് കിട്ടിയ പെട്രോളാണ് നമുക്കിപ്പോൾ ഈ എമൗണ്ടിൽ കിട്ടുന്നത്. അപ്പോൾ കേരള ഗവൺമെൻറ് അടക്കം അതിന് വേണ്ട ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന പോലുമില്ല. ഇത് ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാത്തൊരു നിലയിലാണ് ഇപ്പോൾ ഇല്ലേ. കുറച്ച് കാലങ്ങൾക്ക് മുന്നിലാണെങ്കിൽ നമുക്കറിയാം, ഒരു 107 രൂപയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് വരെ ജനങ്ങൾ ഇതിനെതിരെ നല്ല രീതിയിൽ ഇതാക്കി. പക്ഷേ ഇപ്പം 114 രൂപ അയച്ചു പോലും ആരും ജനങ്ങൾ ഇതിനെതിരെ ഒന്നും പറയുന്ന പോലും ഇല്ലാത്ത നിലയിലാവില്ലേ. എല്ലാവരും ആ ഒരു സിറ്റുവേഷൻ ഇതായി പോകുന്നു. പക്ഷേ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വളരെയധികം അവരെ സാമ്പത്തികമായി തളർത്തുന്ന ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ക്യാമറ പേഴ്സൺ സാന്ദ്രയോടൊപ്പം അഭിനവ്. നെറ്റിപ്പട്ട നിർമ്മാണത്തിലൂടെ സ്വന്തം കഴിവ് തെളിയിച്ച യശോദ എന്ന വീട്ടമ്മ കരകൗശല രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും സ്ത്രീ ശാക്തീകരണ മേഖലയിലും സജീവമാണ്. ഈ വയക്കര സ്വദേശിനിയുടെ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പിറകിലെ ഈ ട്രോഫികൾ കണ്ടാൽ അറിയാം, ഞാനിന്നിവിടെ ഉള്ളത് പ്രശസ്ത
കലാകാരിയും രാഷ്ട്രീയ സാമൂഹിക കാര്യമായ യശോദ എന്നവരുടെ വീട്ടിലാണ്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ യശോദേച്ചി ശ്രദ്ധ ആകർഷിച്ചു പറ്റുന്നത് ഏച്ചിയുടെ തിടമ്പ് നിർമ്മാണവും അതുപോലെ തന്നെ നെറ്റിപ്പട്ട നിർമ്മാണത്തിലൂടെ. തുടങ്ങിയ 2015-ലാണ്. 2015 അസുഖമായിട്ട് കിടന്ന സമയത്ത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ അത് പിന്നെ വൂളൻ ത്രെഡ് വാങ്ങി പൂക്കൾ ഉണ്ടാക്കുന്ന രീതിയിലേക്കായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നെറ്റിപ്പെട്ടതിനോട് പണ്ടേ ഒരു താല്പര്യമുണ്ട്. പഠിക്കണം എന്ന് വെച്ചു. പിന്നെ പഠിക്കാനൊന്നും അടി പോയിട്ടില്ല. ഒന്ന് കണ്ടാൽ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കും. അതുകൊണ്ട് തൃശ്ശൂർ പോയി സാധനം എടുത്തുകൊണ്ടൊന്ന് ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ അത് ആദ്യം ചെയ്തുതരാൻ തന്നെ നല്ല ഭംഗിയായി. ഇപ്പോൾ 2015 മുതൽ ഈ 2026 വരെ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് ഇപ്പോൾ ചെയ്തു കൊടുക്കലാണ്. ഇത് കൂടാതെ ഫ്ലവർ, അതുകൂടാണ്ട് തിടമ്പ്, പിന്നെ റെസിനാട്ട് ചെയ്യുന്നുണ്ട്. റെസിനാട്ട് ഞാൻ പോയി പഠിച്ചതാണ്. തലപ്പറമ്പിൽ പോയി, കോഴിക്കോട് പോയി ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്തു തുടങ്ങിയതാണ്. കാരണം അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും കൃത്യമാവേണ്ടതുകൊണ്ട് അത് പോയി പഠിച്ചതാണ്. നെറ്റിപ്പെട്ടൊന്നും എവിടെ പോയി പഠിച്ചിട്ടൊന്നുമില്ല. ഒരു അളവ് ഏകദേശം എടുക്കും, അങ്ങനെ ചെയ്യാം. ഇത് കൂടാതെ തിയേറ്റർ രംഗത്ത് ഉണ്ട്. നാടകം അല്ലെങ്കിൽ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. അത് തൃശ്ശൂരുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് ഇപ്പം അടുത്തുള്ള നാടകം ചെയ്തത്. തൃശ്ശൂരുള്ള ശശിധരൻ നടുവിൽ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്നൊരു സംവിധായകൻ. അദ്ദേഹം ചെയ്ത 2-3 നാടകങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ അഭിനയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ടിക്കിറ്റ, അതുപോലെ ഏഴാമ്പുറം, അങ്ങനെ തുടങ്ങി കുറേ നാടകങ്ങളിൽ ശശിധരൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിനോട് വല്ലാത്തൊരു താല്പര്യമുണ്ട്. പിന്നെ കുടുംബശ്രീയുടെ സംസ്ഥാന മിഷൻ്റെ RP ടീമിലെ ഒരു അംഗമാണ്. അതിൻ്റെ ക്ലാസ്സുകളും ബാലസഭയുടെ ക്ലാസ്സുകളും പരിപാടികളായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പ്രതിസന്ധികളെ കരുത്താക്കി മാറ്റി കരകൗശല നിർമ്മാണത്തിൽ വിസ്മയം തീർത്ത യശോദേച്ചിയുടെ ഈ കഥ ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും നീർക്കാഴ്ചയാണ്. ക്യാമറമാൻ അഭിനവിനോടൊപ്പം ഫാത്തിമത്തുൽ അഫ്ര. 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ കണ്ണൂർ സർവകലാശാല മികച്ച നേട്ടങ്ങൾ കൈവരിച്ചതായി ചാൻസലർ ഡോക്ടർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ PM ഉഷ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം നിർവഹിക്കുവാനായി സർവകലാ ചാൻസലർ ഡോക്ടർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കണ്ണൂരിലെത്തി. തവക്കരയിലെ സർവകലാശാല ആസ്ഥാനത്ത് ഫോക്ലോർ മ്യൂസിയവും കൈത്തറി മ്യൂസിയവും ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് അദ്ദേഹം മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തിയത്. PM ഉഷ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, 40 സ്മാർട്ട് മുറികൾ, ഡാറ്റാ സെൻറ്റർ, ഫോറിൻ ലാംഗ്വേജ് സെൻറ്റർ എന്നിവയുടെ ഉദ്ഘാടനം ചാൻസലർ നിർവഹിച്ചു. ചടങ്ങിൽ സംസാരിച്ച അദ്ദേഹം 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന കണ്ണൂർ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചതായി പറഞ്ഞു. ക്യാമറ പേഴ്സൺ മെറിനോടൊപ്പം അഭിനവ്. സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ ജാതി വിഭാഗങ്ങളുടെ പ്രവർത്തനം 2 സ്ഥലങ്ങളിലായതോടെ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി പരാതി. നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നിന്നും 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഹിസ്റ്ററിയും മറ്റൊന്ന് ജേർണലിസവും. ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ 2 ഇടങ്ങളിലായിട്ട്, അതായത് ഇനി വരുന്ന ഫസ്റ്റ് ഇയേഴ്സ് പുതിയ ക്യാമ്പസുകളിലും ഇപ്പോഴുള്ള സെക്കൻഡ് ഇയേഴ്സ് നിലവിൽ മാങ്ങാട്ട് ക്യാമ്പസിൽ തന്നെ തുടരാനുമാണ് തീരുമാനം വന്നിരിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചറിയാം. നിലവിലുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിടാൻ വേണ്ടി പോകുന്നത്? നമുക്കറിയാം, നമ്മൾ ഈ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഇപ്പം ഇവർ പറഞ്ഞ പോലെ തലശ്ശേരി ക്യാമ്പസിലേക്ക് ഷിഫ്റ്റിംഗ് ആയ വിദ്യാർത്ഥികൾ നിലവിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ വരുന്ന നാനാ ഭാഗത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ, അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനോ അതേപോലെ തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങളാണെങ്കിലും ഇവിടെ ഉള്ളത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇവിടെ ചൂസ് ചെയ്തത്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിച്ച് ഇപ്പോൾ നമുക്ക് തലശ്ശേരി ക്യാമ്പസിലേക്ക് ഇതുപോലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റിയാൽ ആ വിദ്യാർത്ഥികളിൽ തലശ്ശേരി ക്യാമ്പസിൽ നിലവിൽ ബോയ്സിന് ഹോസ്റ്റലില്ല, അതിൽ ഗേൾസിന് മാത്രം പരിമിതമായ സീറ്റ് മാത്രം അവിടെ നിലവിൽ ഹോസ്റ്റലിലില്ല. അപ്പോൾ അതൊക്കെ പല വിദ്യാർത്ഥികൾക്കും അത് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയേഴ്സ് ഇവിടെയും ഫസ്റ്റ് ഇയേഴ്സ് അവിടെയും എന്നൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കറിയാം, ഒരു അക്കാദമിക്കലി നമ്മളൊരു സീനിയർ ജൂനിയർ ബന്ധം, അതുപോലെ ഹിസ്റ്ററി എന്നൊരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു വൈഡായ ഒരു ഏരിയയിലുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിച്ച് ഒരു ജൂനിയർ സീനിയർ ബന്ധമാണ് ഇവിടെ ഇല്ലാണ്ടായി പോകുന്നത്. അതുകൂടാണ്ട് ഒരു അക്കാദമി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയിൽ ഒരു പകുതി കുട്ടികൾ ഇവിടെയും പകുതി കുട്ടികൾ ആടിയും ഒരു അതൊരു ഡിപ്പാർട്ട്മെൻറ്റിന് ചേർന്നതല്ല, അതൊരിക്കലും വർക്കൗട്ട് ആകാൻ പറ്റാത്തൊരു ഇത് കൂടിയാണ്. നിലവിൽ വിദ്യാർത്ഥികൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. വരും കാലങ്ങളിൽ യൂണിവേഴ്സിറ്റി എന്തെല്ലാം പരിഹാരങ്ങളാണ് അതിന് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ക്യാമറ പേഴ്സൺ മെറിനോടൊപ്പം സാന്ദ്ര. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്ത് ശ്രദ്ധ നേടുകയാണ്. പദ്ധതിയിലൂടെ യാത്രാ സൗകര്യവും സാമൂഹിക ശാക്തീകരണവും ലക്ഷ്യമിടുകയാണ് സർക്കാർ. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും യാത്രാ സൗകര്യം സൗജന്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ പ്രിയദർശിനി യാത്രാ പദ്ധതി നടപ്പിലാക്കിയത്. സാമ്പത്തിക ഭാരം ലഘൂകരിക്കുക, പൊതുഗതാഗത ഉപയോഗം വർദ്ധിപ്പിക്കുക, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം കൂടുതൽ എളുപ്പമാക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. സാമൂഹിക ശാക്തീകരണത്തിനും സ്ത്രീ സൗഹൃദ പൊതുഗതാഗത സംവിധാനത്തിനും ഈ പദ്ധതി ഒരു ചുവടുവയ്പ്പാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. അതേസമയം പദ്ധതിയുടെ സാമ്പത്തിക പ്രത്യാഘാതം, KSRTCയിലുണ്ടാക്കുന്ന അധിക ബാധ്യത, സർക്കാർ നൽകുന്ന സബ്സിഡി എന്നിവ സംബന്ധിച്ച ചർച്ചകളും വിവിധ മേഖലകൾ തുടരുകയാണ്. ഈ പദ്ധതി നിലവിൽ വന്നതോടെ നിരവധി പേരാണ് സൗജന്യ യാത്രാ സൗകര്യം KSRTCയിൽ ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ഇതേ സമയം ഇതിന് പിന്നിലെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചും ഒരുപാട് പേർ ആശങ്കകൾ ഉന്നയിക്കുന്നു. പൊതുഗതാഗതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിയദർശിനി പദ്ധതി കൊണ്ടുവന്നതെന്ന് കേരള സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഡെയിലി ഫോക്കസ് ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.